നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിരഞ്ജനും അൻസിബയും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നു. എല്ലാ അലമ്പത്തരത്തിനും അവർ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡിലും അവർ രണ്ടുപേരും സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം നിരഞ്ജൻ ആൻഡ് അൻസിബ. അപ്പോൾ അൻസിബ, നിരഞ്ജൻ, നമ്മളിതാ ഗെയിമും വിശേഷങ്ങളൊക്കെ ആയിട്ട് രസമായിട്ട് പോയി. നിരഞ്ജന്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ വീട്ടിൽ പൊതുവേ ഒരുപാട് സിനിമ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് നിരഞ്ജന് വന്നു കഴിഞ്ഞാൽ സ്വന്തം ഡിസിഷൻ ആയിരിക്കുമോ അതെയോ അച്ഛൻ്റെ അമ്മയടുത്തേക്ക് പെർമിഷൻ അല്ല അവരുടെ അടുത്തൊരു ഡിസ്കഷൻ ഒക്കെ നടക്കും? പിന്നെ അച്ഛൻ ചോദിക്കാറുണ്ടോ ഇതെന്ത് കഥയാണ്, ഇതെന്ത് ക്യാരക്ടറാണ്, നീ എന്താ ചെയ്തു വെച്ചിരിക്കണം, അങ്ങനെയൊക്കെ? സിനിമ കണ്ടിട്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ചീത്ത പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പിന്നെ എന്ത് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയും. പിന്നെ എനിക്ക് വരുന്ന അങ്ങനത്തെ ലൈക്ക് ഇപ്പം ഞാൻ ബോബി എന്ന് പറഞ്ഞ പട സിനിമ അഭിനയിച്ച സമയത്തൊന്നും അങ്ങനെ ആർക്കും അറിഞ്ഞൂടെ എന്നെ. ബോബി ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ ഡ്രാമ എന്ന് പറഞ്ഞ പടത്തിൽ രഞ്ജിത്ത് സാറിന്റെ പടം. അപ്പം അതുകൊണ്ട് വളരെ അങ്ങനെ വലിയ രഞ്ജിത്ത് സാർ അല്ലാതെ ഞാൻ അങ്ങനെ വേറെ വലിയ ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പൊ കുറെ നമുക്കറിയാലോ, കുറെ പ്രഗത്ഭരായ ഡയറക്ടേഴ്സ് ഉണ്ട് മലയാളത്തിൽ. അവരായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഈ ഫൈനൽസ് ഒക്കെ കഴിയുമ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല സ്ക്രിപ്റ്റുകളൊക്കെ വന്നപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ പറയും ഇത് അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അതെ. അൻസിബയുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറയൂ. കാരണം വേറെ ആരും വീട്ടിലങ്ങനെ കലാകാരൻ, ഉമ്മ എന്തെങ്കിലും പാട്ട് ഡാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങളെ ഫാമിലിയിൽ വേറെ ആരുമില്ല. ആസ്വാദകരാണ് നിങ്ങൾ, കല ആസ്വാദകരാണ്. അപ്പൊ അൻസിബ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം നോ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഫാമിലിയിൽ നിന്ന് ആരും നോ പറഞ്ഞിട്ടില്ല. മീൻസ് എന്റെ പേരൻസോ എന്റെ സിബ്ലിങ്സോ ആരും പറഞ്ഞിട്ടില്ല. ആരാണ് നോ പറഞ്ഞ വ്യക്തി? നോ പറഞ്ഞ വ്യക്തികളല്ല, നോ പറഞ്ഞ ചിലരുണ്ടാവും. ഇപ്പൊ നമ്മൾ കേൾക്കാതെ ആയിരിക്കും നോ പറയുന്നത്. നമ്മുടെ മുഖത്ത് വന്ന് പറയാനോ നമ്മുടെ മുന്നിൽ വന്ന് നോ പറയാനോ ധൈര്യം ഉണ്ടാവില്ല അല്ലെ? അങ്ങനെയുള്ള, അല്ലാതെ എന്റെ മുന്നിൽ വന്നിട്ട് ആരും നോ പറഞ്ഞിട്ടില്ല. എനിക്ക് സിനിമ കണ്ടപ്പോൾ അവര് ഒന്നും വിളിച്ച് സിനിമ കണ്ടപ്പോൾ വളരെ ഈ നോ പറഞ്ഞ പലരും വിളിച്ചിട്ട് വളരെ പ്രൗഡായിട്ടുണ്ട്, മനസ്സ് മാറിയവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ശരി, ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ കുറെ ഗെയിംസ് കളിച്ചല്ലോ. നിങ്ങൾ പൊതുവെ എങ്ങനെയാണ് ഗെയിംസ് ഒക്കെ? ഈ ഇൻഡോർ ഗെയിംസ് ആണോ ഔട്ട്ഡോർ ഗെയിംസ് ആണോ, എങ്ങനെയാണ്? സ്പോർട്സിൽ താല്പര്യമുള്ള ആൾക്കാരാണ്? ഞാൻ സ്പോർട്സിൽ നല്ല താല്പര്യമുള്ള ആളാണ്. ഏതാ? ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോള്, ക്രിക്കറ്റ്, ലൈക്ക് ടെന്നീസാണ് ഇപ്പം കുറെ നാളായിട്ട് ടെന്നീസ് മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റേ ഫുട്ബോൾ പോയി കളിയുമ്പോൾ കുറെ ആൾക്കാരും അങ്ങനെ സംഭവങ്ങളും. ഈ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ആളാണോ? ആണ്. പക്ഷെ ഇപ്പൊ ലോക്ക്ഡൌണിലെ ജിമ്മൊന്നും ഇല്ലാത്ത കഷ്ടം. വീട്ടിൽ ചെയ്തൂടെ? വീട്ടിൽ ചെയ്യുന്ന പോലെ അല്ല, പ്രോപ്പർ മെഷീൻസ് ഒന്നും ഇല്ലാതെ സംഭവങ്ങളൊന്നും ഇല്ലാതെ പുഷപ്പ് എടുക്കാം എന്നല്ലാതെ നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല. പിന്നെ ജിമ്മിൽ പോകുമ്പോൾ കാണാൻ കൊള്ളാത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ ജിമ്മിൽ കാണുമ്പോ നമുക്കൊരു എനർജി. അപ്പൊ നമ്മൾ ഇങ്ങനെ മറ്റേ സാധനമൊക്കെ എടുക്കുമ്പോ അവര് നോക്കും എന്നുള്ളത് ഒരു സംഭവം വരും അല്ലേ? അവര് നോക്കൂല, എന്നാലും നമ്മുടെ ഉള്ളിലൊരു മോട്ടിവേഷൻ എപ്പോഴെങ്കിലും നോക്കും, അറിയാതെ നോക്കിയാലോ. അതെ, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം. ഈ ലുക്ക് മാറ്റുന്ന കാര്യം അങ്ങനെ നിങ്ങൾ മനസ്സിൽ എന്റെ മുടി ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ എനിക്കൊരു അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ? എനിക്ക് രണ്ട് സ്റ്റൈലേ എപ്പോഴും ഉള്ളൂ. കാരണം എന്റെ മുടി വളർന്നാൽ എപ്പോഴും അച്ഛന്റെ സ്റ്റൈലായി. പിന്നെ ഉള്ളത് വെട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ. മുട്ടടിച്ചിട്ടുണ്ടല്ലോ. മുട്ടടിച്ച ഭംഗി ഉണ്ടാവും കാണാൻ? കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്താലും സുന്ദരനാണെന്നൊക്കെയാണ്. എന്ത് ചെയ്താലും ഒരുപോലെ അടിപൊളി. ഞാൻ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മുട്ട ഗെയിം എന്റെ കയ്യിലുണ്ട്. നമുക്കൊരു മുട്ട ഗെയിമിലേക്ക് പോയാലോ? മുട്ട ഓംലേറ്റ്, മുട്ട പുൾസയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മുട്ട നിങ്ങളുടെ മുന്നിൽ വെച്ച് തരും. എന്നിട്ട് നമ്മളൊരു ബോർഡ് തരും. എന്നിട്ട് ആ ബോർഡ് വെച്ചിട്ട് നിങ്ങൾ ആ മുട്ട ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ഗോൾ പോസ്റ്റിലേക്ക് നിങ്ങൾ അടിച്ച് മുട്ടനെ ഇടണം. അതാണ് പൊട്ടരുത്, മുട്ട പൊട്ടരുത്. മുട്ട ഗെയിമിൽ പ്രതീക്ഷ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ നിരഞ്ജന്റെ പ്രതീക്ഷ തകർക്കാത്ത ഒരു ഗെയിം ആവണേ എന്ന് ഞങ്ങൾ രണ്ടുപേരും ആശംസിക്കുന്നു. റെഡി? അപ്പോൾ നമ്മുടെ മുട്ട ഗെയിമിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡിയായി. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ബോർഡിന് പകരം ഈ എയർ പമ്പ് തരാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഇത് മുട്ടയാണ്. നമ്മൾ രണ്ട് വലിയ ഗോൾ പോസ്റ്റുകൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഫുട്ബോൾ കൊണ്ടല്ല നമ്മൾ കളിക്കാൻ പോകുന്നത് മുട്ട കൊണ്ടാണ്. മുട്ട. അപ്പൊ മുട്ട പൊട്ടിക്കരുത്. മനസ്സിലായല്ലോ? 1 മിനിറ്റ് ആണ് ടൈം. നീങ്ങോ നോക്കാം. പ്ലേസ് ചെയ്യാൻ പോവാണ്. അൻസിബ ദാ ഇത് വെച്ചിട്ടാണ് മുട്ട ബോളിലേക്ക് തട്ടിക്കേറ്റേണ്ടത്. നീങ്ങും അല്ലേ? നീങ്ങല്ലേ? അതെ, ഇവിടെ നീങ്ങല്ലേന്നാണ്. മ്യൂസിക്. ശക്തി ഉപയോഗിക്കൂ. അൻസിബ് വിചാരിച്ചു ഇത് ടൊമാറ്റോ സോസിന്റെ ബോട്ടിലാണത്. മനുഷ്യ ഇവിടെ തീ നിൽക്കുമ്പോ കളിയാക്കല്ലേ? അതന്നെ പോട്ടെ. വെരി ഗുഡ്. 1 മിനിറ്റ്
കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ അൻസിബ വളരെ ഭംഗിയായിട്ട് മുട്ട ഗോൾ പോസ്റ്റിൽ കയറ്റിയിരിക്കുകയാണ്. നിരഞ്ജന്റെ ചങ്ക് തകർന്നിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു. അൻസിബയാണെങ്കിൽ വേറെ എന്തൊക്കെയോ കോലിടുന്ന പോലെ ഇങ്ങനെ ചെയ്തിരിക്കും. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവും. അപ്പൊ അൻസിബ 31 സെക്കൻഡ്സ് 31 സെക്കൻഡ്സ് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. നിരഞ്ജ് ചെയ്യേണ്ടത് അതിനേക്കാളും കുറവ് സെക്കൻഡ്സിൽ ഇത് മുട്ട അടിച്ച് അകത്ത് കയറ്റണം. എന്നാലേ ജയിക്കുള്ളൂ കേട്ടോ. മ്യൂസിക്. യെസ് 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 യെസ്. പോട്ടെ 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 പോട്ടെ. കറങ്ങി കളിക്കുന്നേ കളി എന്നോട് വേണ്ട. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. മുട്ടയ്ക്ക് നിരഞ്ജന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അടുത്തേക്ക് വരിക. കുറച്ചുകൂടി ഒരു ശക്തി കൊടുത്താൽ അതൊക്കെ യെസ്. ഇത് എന്തായാലും നമ്മള് അൻസിബ തോറ്റു എന്ന് തന്നെ ഞാൻ പറയും. കാരണം വെറും 19 സെക്കൻഡ് എടുത്തുള്ളൂ. ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലേ നിങ്ങളുടെ ടൈമിൽ തമ്മിൽ, ഭയങ്കര അജഗജാന്തരം വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നത് അൻസിബ. അപ്പോ നമുക്ക് നമ്മുടെ ആ കാത്തിരുന്ന നിമിഷം വരാൻ നമ്മുടെ ഭാഗ്യം. നിരഞ്ജ് ജയിച്ചതിന്റെ ഞങ്ങളുടെ സ്നേഹ സമ്മാനമായിട്ട് ഞാൻ നൽകുന്നത് മിഠായിയാണ്. മുട്ട കൊണ്ട് കളിച്ച് ജയിച്ചുകൊണ്ട് നമ്മളൊരു ബോള് മിഠായി സമ്മാനമായിട്ട് കൊടുത്തിരിക്കുക. അപ്പൊ അൻസിബയ്ക്കുള്ള നമ്മുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അച്ചപ്പം നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ പോണം. അച്ചപ്പത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഈ കുട്ടി അൻസിബ. അപ്പം നല്ലൊരു അച്ചപ്പം എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും, അത് ആൾക്കാർ വാങ്ങിക്കണം. ഈ അച്ചപ്പം അവരെ വാങ്ങിച്ച് കഴിക്കണം. എന്നും അവരുടെ വീട്ടിലെ 4 മണി പലഹാരം ഈ അച്ചപ്പം ആയിരിക്കണം. അച്ചപ്പത്തിന്റെ പേര് അൻസിബ അച്ചപ്പം. ഓക്കെ, അപ്പൊ ഈ അൻസിബ അച്ചപ്പം എങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണണ്ടേ. അപ്പൊ റെഡി അല്ലേ? ഓക്കെ, അപ്പൊ അൻസിബയുടെ അച്ചപ്പം പ്രോപ്പർട്ടി വരട്ടെ. ഇതാണ് അൻസിബ അച്ചപ്പം. ഒട്ടിക്കരുത്, നല്ല അസലായിട്ട് നമ്മളെ വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. ഞാൻ അച്ചപ്പത്തിന്റെ പേര് മാറ്റിക്കോട്ടെ, അൻസിബ മാറ്റി അനൂസ് അച്ചപ്പം നോക്കാം. എന്റെ വീട്ടിൽ അനുന്ന് വിളിക്കാം. അനൂസ് അച്ചപ്പം. ഓക്കെ, അനൂസ് അച്ചപ്പം ആയിക്കോട്ടെ. എന്നിട്ട് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് കഴിച്ചാൽ എങ്ങനെയാണ്, എല്ലാം പറയാം. എല്ലാം വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. റെഡി? അപ്പോ മ്യൂസിക്. ഹായ് എവ്രിവൺ, ഇതാണ് പുതിയ അനൂസ് അച്ചപ്പം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കും ഇത്. പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ പോകുന്ന ചെറുക്കന്മാർക്ക് ഈ അച്ചപ്പം കഴിച്ച് നല്ല പരിചയമായിരിക്കും അല്ലേ. ഈ അച്ചപ്പം കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല ഉഗ്രൻ അച്ചപ്പമാണ്. ഭയങ്കരം തന്നെ. നല്ല ടേസ്റ്റി അച്ചപ്പാണ്. പിന്നെ ക്വാറന്റൈൻ ടൈമിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ. വെളിച്ചെണ്ണയിലാണോ അതോ എന്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് എടുക്കുന്ന തേങ്ങ എന്നുള്ള വെളിച്ചെണ്ണ മാത്രം നമ്മൾ യൂസ് ചെയ്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് ശുദ്ധമായ കേരള അച്ചപ്പമാണ്. കേരള തനിമയുള്ള അച്ചപ്പമാണ്. കേരളത്തിലെ മാത്രം. മധുരം എങ്ങനെയാണ് ഇതിന്റെ? മധുരമൊക്കെ നല്ല ഒരു മൈൽഡ് ആയിട്ടുള്ള മധുരമാണ്. അങ്ങനെ ഒത്തിരി മാത്രം കൂടുതലല്ല, മധുരം കുറവുമല്ല. നല്ല ടേസ്റ്റ് ഉള്ള മധുരം. ചായക്ക് മധുരം ഇട്ട് കുടിക്കുമ്പോ ഇത് കഴിക്കണോ? മധുരം ഇടാത്ത ചായ ഷുഗർ പേഷ്യൻസിന് വരെ കഴിക്കാൻ പറ്റുന്ന ഷുഗർ ഫ്രീ ഷുഗർ ആണ് ഇട്ടിരിക്കും. ഷുഗർ ഫ്രീ പ്യോർ വെജിറ്റേറിയൻ അച്ചപ്പം. എല്ലാരും കഴിക്കൂ, ഹെൽത്തി ആയിരിക്കൂ. അപ്പോൾ അനൂസ് അച്ചപ്പം നിങ്ങൾ എല്ലാവരും വാങ്ങിച്ച് കഴിക്കണം. ഒരുപാട് നല്ല ഗുണമേന്മയുള്ള കേരള തനിമയുള്ള അച്ചപ്പമാണ്. നമുക്ക് ആദ്യത്തെ ഇത് തന്നെ കൊടുത്തോളൂ. നിരഞ്ജ് വീട്ടിൽ പോയി ഇന്നത്തെ ചായക്ക് കഴിക്കട്ടെ. അനൂസ് അച്ചപ്പത്തിന്റെ ഉദ്ഘാടനം നമ്മളിവിടെ നിർവഹിച്ചിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോ നമ്മുടെ ഗസ്റ്റിന്റെ പെർഫോമൻസിലേക്ക് കിടക്കാം അല്ലെ. ഇന്ന് വരാൻ പോകുന്നത് സ്ത്രീകൾ അധികം പരീക്ഷിക്കാത്തൊരു മേഖലയാണ് വിസിലിംഗ്. വിസിലിലൂടെ ഇങ്ങനെ സംഗീതം ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അവർ ഒരുപാട് സ്റ്റേജിൽ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്, ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു ഹൗസ് വൈഫാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലെ. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രുതി അശോക്. ഹായ്, ഞാൻ ശ്രുതി. ആലപ്പുഴ ജില്ലയിൽ രാമപുരമാണ് സ്വദേശം. അച്ഛൻ രാമപുരം അശോക് കുമാർ. കുട്ടിക്കാലത്തിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലായിരുന്നു ഞാൻ സംഗീതം അഭ്യസിച്ചിരുന്നത്. ഇപ്പോൾ കരുവറ്റ നോർത്ത് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. പാട്ടിനൊപ്പം വിസിലും കുട്ടിക്കാലം മുതലേ ചെയ്യുമെങ്കിലും വിവാഹശേഷമാണ് ഞാൻ വിസിലിങ്ങിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. ഹസ്ബൻഡ് സൂരജിൻ്റെയും ഫാമിലിയുടെയും പിന്തുണയോടു കൂടിയാണ് എനിക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിച്ചത്.
അങ്ങനെ ഈ റെഡ് കാർപ്പറ്റ് വേദിയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സോ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ആർട്ട് ഫോമിലേക്ക് എത്തിപ്പെട്ടത്? ആരാണ് ആദ്യം പറഞ്ഞത് മോളെ നീ ചൂളം അടിച്ചോളൂ എന്ന്? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എനിക്കൊരു ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി, ഒരു കൗതുകത്തിന്റെ പുറത്തങ്ങ് തുടങ്ങിയതാ. ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് എനിക്ക് കപ്പൊന്നും കിട്ടിയില്ല, സങ്കടം എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതുകൊണ്ട് ഭയങ്കര ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? കാരണം എനിക്ക് അതിനെക്കുറിച്ച്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല അറിവുണ്ട്? ഈ വിസിലിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു കോമ്പറ്റീഷനും അതിൽ ഒരുപാട് സമ്മാനവും കിട്ടിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ് ഒരു ലിംക, ഞങ്ങളുടെ ഒരു വിസിലിംഗ് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ലിംക റെക്കോർഡിന്റെ ഒരു ബേസിലാണ് ഇതിലേക്ക് ചെന്നെത്തപ്പെട്ടത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിശാലമായ ലോകം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അതുവഴി ആ അസോസിയേഷനിൽ നിന്ന് തന്നെ ലിംക റെക്കോർഡ്, ഏഷ്യ റെക്കോർഡ് എന്നിവ ലഭിച്ചു. അതുകൂടാതെ ഒരു ചാനൽ ഷോയിലൂടെ വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നേടാൻ സാധിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ശ്രുതിയുടെ പെർഫോമൻസിലേക്ക് കിടക്കണം. അതിന് മുമ്പ് നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. വന്നിരിക്കുന്നത് ഫാദറിൻലോ, അമ്മാവൻ, അമ്മയുടെ ആങ്ങള. പേരൊന്ന് പറയോ? എന്റെ പേര് ബാലരാമൻ. ബാലരാമൻ. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ആർമിയിലായിരുന്നു. അപ്പൊ ചൂളം അവിടെ തീർത്തും പറ്റില്ലാത്തൊരു കാര്യമാണല്ലേ? നിങ്ങൾ അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇങ്ങനത്തെ ചൂളടിച്ച് നടക്കാനൊന്നും പറ്റില്ലല്ലോ. പറ്റത്തില്ല. അപ്പൊ പക്ഷെ ഈ ഒരു കഴിവ് നല്ലതായിട്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, ഫാമിലി? തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. ഓക്കെ.